എല്ലാവർക്കും സിറാജ് ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാ വർഷം പറയുന്ന പോലെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ഒക്കെ ചെയ്യുക. നിങ്ങൾക്ക് കിട്ടിയ ഒരു അറിവ് മറ്റുള്ളവർക്ക് പകരുക, നിങ്ങളൊരു ഗുരുവായിട്ട് മാറുക എന്നും പറയാറുള്ള പോലെ. അതുപോലെ തന്നെ നിങ്ങളുടെ ചെറിയൊരു സമയത്തെ ഞാൻ ചോദിക്കുകയാണ്. രണ്ട് കാര്യങ്ങൾ ഫസ്റ്റ് തന്നെ പറഞ്ഞു പോകാം. വീഡിയോയിൽ കണ്ട പോലെ ജൂൺ 9 മുതൽ, അതായത് ഇന്ന് മുതൽ കോടീശ്വരത്തിലേക്കൊക്കെ വരുന്ന നക്ഷത്രത്തെ കുറിച്ചിട്ടാണ് പറയുക. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് തുടങ്ങാം. അപ്പോൾ ഞാൻ അവരോട് വലിച്ചു കിട്ടുന്നില്ല, പെട്ടെന്ന് തന്നെ തുടങ്ങാം. നമ്മൾ വടക്കുംഭാഗത്ത് കരുന്നേലും മഠത്തിലെ അമ്മയ്ക്ക് നമ്മൾ സ്ഥലം മേടിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങളെ കഴിയുന്ന സഹായം, ഒരു മണ്ണ് മേടിക്കാനുള്ള സഹായം ചെയ്യാൻ പറ്റുന്നവർക്ക് താഴത്തെ നമ്പറിൽ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ പറയാൻ പോകുന്ന കാര്യം, ഒന്നാമത്തെ കേസ്, നമ്മൾ വിഷുഫലം അത്ര നല്ലതല്ല. പൊതുവെ എല്ലാ 27 നക്ഷത്രങ്ങളും സമ്മിശ്ര ഫലം, ഗുണദോഷ സമ്മിശ്ര ഫലമാണ്. അതുപോലെ തന്നെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മഴ ദുരിതങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത, അസുഖങ്ങൾ, പകർച്ചവ്യാധികളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സൂക്ഷിക്കുക, എല്ലാവരും സൂക്ഷിക്കുക. നാളെ എത്ര വലുതാണെന്ന് പറഞ്ഞാലും നമുക്ക് അസുഖം വരാനുള്ള സാധ്യതയുണ്ട്. നല്ല സമയമാണെന്ന് പറഞ്ഞാലും ഓക്കെ. ചെറിയ ഏതെങ്കിലും അസുഖങ്ങളൊക്കെ വരാം, പ്രകൃതി ദുരിതങ്ങളിലൊക്കെ പെട്ടുപോകാം, അപകടങ്ങളൊക്കെ ഉണ്ടാകാം. ഗുണദോഷ സമ്മിശ്രമാണ് എല്ലാവർക്കും. അപ്പോൾ പല ജ്യോത്സ്യന്മാരും പലതും പറയും, അത് കേൾക്കണ്ട. ഞാൻ പറയുന്നത് കറക്റ്റായിട്ട് കേൾക്കുക. ഇതൊരു പ്രവചനം പോലെയാണ്, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് തന്നെ ശരിയാണെന്നല്ല. ശ്രദ്ധിക്കുക എന്ന് പറയുന്ന കാര്യം. അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ ജൂൺ 9 വരെ, അതായത് ഇന്ന് മുതൽ കോടീശ്വരയോഗമുള്ള നക്ഷത്ര ജാതകരെ കുറിച്ചിട്ടാണ് പറയുക. പൊതുഫലം അനുസരിച്ചിട്ടാണ് പറയുക. ഒരിക്കലും നമ്മൾ ചാരവശാലും ഇതൊന്നും ഞാനിവിടെ പറയണില്ല. ജ്യോതിഷപരമായിട്ടുള്ള ഒരു രീതിയിൽ നിങ്ങളോട് പറയുക, ഒരു സുഹൃദ്ബദ്ധ രീതിയിലാണ് നിങ്ങളോട് പറയുന്നത്. ഓരോ കാര്യങ്ങളും പറഞ്ഞൊരു ജ്യോത്സ്യനാണോ, ഒരു മഹാജ്യോത്സ്യനാണോ, മഹാപൂജാരിയാണോ ഒന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. നമുക്ക് കിട്ടിയൊരു അറിവ് നിങ്ങളിലേക്കും കൂടി പകർന്നു തരുന്നു എന്ന് മാത്രം. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടൊക്കെ ജാതകം നോക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ആ നമ്പറിൽ തന്നെ വാട്സാപ്പിൽ അയക്കുക, നോക്കുന്നതാണ്. നോക്കി കുറച്ച് പോലെ നോക്കി പറഞ്ഞു തരുന്നത്, ഫ്രീ ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. അതിൻ്റെ ഫീസോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ പറയുന്ന നക്ഷത്ര ജാതരും അല്ലെങ്കിൽ ഇനി ഇല്ലാത്ത നക്ഷത്ര ചിലർക്ക് ഭാഗ്യമുണ്ടാവും, അവരും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പറയുന്ന നക്ഷത്രക്കാർക്ക് ഞങ്ങൾക്ക് ഈ ഗുണങ്ങളൊന്നും കിട്ടുന്നില്ല എങ്കിൽ ഉത്തമനായിട്ടൊരു ജ്യോത്സ്യൻ്റെ അടുത്ത് പോയിട്ട് നമ്മുടെ ജാതകം പരിശോധിക്കുക. ജാതകത്തിൽ എവിടെയാണ് വ്യാഴം നിൽക്കുന്നത് അതനുസരിച്ചുള്ള ദോഷങ്ങൾ പറയാം. നമ്മൾ പറയുന്നത് വ്യാഴം കുറച്ച് രാശികൾ, മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വ്യാഴം ഏതൊക്കെ രാശികൾ നിന്നാലും നമുക്ക് ഗുണങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നത്. അപ്പോൾ വ്യാഴം നിൽക്കുന്നതനുസരിച്ചിട്ടാണ് പറയുക. അപ്പോൾ മുന്നത്തെ വീഡിയോ കാണുക, അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് നമുക്ക് എവിടെയൊക്കെ വ്യാഴം നിന്നാലാണ് നമുക്ക് ഗുണങ്ങൾ ഉണ്ടാവുക എന്ന്. അപ്പം ഞാൻ പറയാൻ പോകുന്ന 8 നക്ഷത്ര ജാതകർക്ക് സർവ്വത്തിൽ ഐശ്വര്യങ്ങളും അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്ന ഒരു നക്ഷത്ര ജാതകമാണ്. കാരണം ഫ്രണ്ടിലേ തന്നെ ഞാൻ ആദ്യത്തിൽ തന്നെ ഓരോ ഓരോ നക്ഷത്രത്തിനും എടുത്തെടുത്ത് പറയുന്നില്ല. എല്ലാവർക്കും ഇതുകൊണ്ട് ദുരിതങ്ങൾ, പെട്ടെന്നുള്ള ധനയോഗങ്ങൾ, അതുപോലുള്ള രോഗാദുരിതങ്ങളിൽ നിന്നൊക്കെ മോചനം, ഒരു വീട് വെക്കാനുള്ള സാധിക്കുന്നത്. അപ്പം 20 ശുക്രൻ എന്ന് പറഞ്ഞ ഗ്രഹം മാറുന്നുണ്ട്, ശുക്രാചാര്യ ഗ്രഹം മാറുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോസ് അടുത്ത ദിവസങ്ങളെ ചെയ്യാം. അപ്പോൾ ഇതെല്ലാം സംഗമിച്ചുകൊണ്ടൊരു ദൃഷ്ടികൊണ്ടൊക്കെ കൂടിയാണ് പറയുക, ചാരവശാലുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുക. അപ്പോൾ നിങ്ങൾ മേടൻ രാശിപ്പെടുന്ന നക്ഷത്രജാതർ, അതായത് അശ്വതി പറയുന്ന നക്ഷത്രങ്ങൾക്ക് ഐശ്വര്യങ്ങൾ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്ന ഒരു സമയങ്ങൾ കാലഘട്ടമാണ്, ധനയോഗമൊക്കെ ഉണ്ടാകും. അതുപോലെ മിഥുനം രാശിപ്പെടുന്ന തിരുവാതിര. മേടൻ രാശിപ്പെടുന്നവർക്ക് വ്യാഴം 4-ലാണ്. അതുപോലെ തന്നെ മിഥുനം രാശി വരുന്നവർക്ക് വ്യാഴം 2-ലാണ്. മിഥുനം രാശി വരുന്ന തിരുവാതിര നക്ഷത്രത്തിനാണ് ഏറ്റവും കൂടുതൽ ഭാഗ്യം ഉണ്ടാവുക. അതുപോലെ തന്നെ ഇടവൻ രാശിയുടെ ആദ്യത്തെ ആദ്യപാദത്തിലുള്ള കാർത്തിക നക്ഷത്രത്തിനാണ് ഗുണങ്ങളുണ്ടാവുക. അതുപോലെ തന്നെ കർക്കിടക രാശിയിൽപ്പെടുന്ന ആയില്യ നക്ഷത്രം, ജന്മരാശിയിലാണ് വ്യാഴം നിൽക്കുന്നത്. അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടാവും, എന്തായിരുന്നാലും ഐശ്വര്യ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ കുംഭൻ രാശിപ്പെടുന്ന ശതയം നക്ഷത്ര ജാതകർക്കും നല്ലൊരു സമയമാണ്. അതുപോലെ തന്നെ വൃശ്ചിക രാശിപ്പെടുന്ന തൃക്കേട്ട നക്ഷത്രത്തിനും ഈ സമയം നല്ലതാണ്. അതുപോലെ തുലാരാശിപ്പെടുന്ന വിശാഖ നക്ഷത്രത്തിനും. അപ്പോൾ ഇത്തരം നക്ഷത്ര ജാതകർക്ക് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ ഉത്തമനായിട്ട് ജ്യോത്സ്യൻ്റെ അടുത്ത് പോയി നിങ്ങളുടെ ജാതകം പരിശോധിക്കുക. ജാതകത്തിൽ വ്യാഴം എവിടെയാണ് നിൽക്കുന്നത് അതനുസരിച്ചിട്ടുള്ള ഗുണങ്ങളാണ് നമുക്ക് ഉണ്ടാവുകയുള്ളൂ. ഇത് പൊതുഫലമാണ്. ഒരിക്കലും എന്നെ തെറി പറയുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഗുണം കിട്ടിയില്ല എന്ന് പറഞ്ഞ് പരിഭവിക്കുക വേണ്ട, ചെയ്യുക. അതുപോലെ തന്നെ ഈ പറഞ്ഞ രാശിക്കാർ വിഷ്ണു ക്ഷേത്രത്തിൽ നിർബന്ധമായിട്ടും ദർശനം നടത്തുക. വേഗത്തിൻ്റെ അധികം വിഷ്ണുവാണ്. വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. തുളസിമാല, വായുസൂക്താർച്ചന, രാജഗോപാല മന്ത്രാർച്ചനയൊക്കെ നടത്തുക. അപ്പോൾ ഒന്നുകൂടി ഐശ്വര്യത്തിലെ അഭിവൃദ്ധിയിലേക്കൊക്കെ വരും. അപ്പോൾ ഇത് പൊതുഫലമാണ്, എന്നെ ചീത്ത പറയരുത്. നമ്മൾ പൊതുഫലം അനുസരിച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്.
ഞാൻ പറഞ്ഞ വ്യാഴം 4 4 2 4 അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് പറയുക. അങ്ങനെ നിൽക്കുമ്പോൾ 10 ഇങ്ങനെയൊക്കെ നിൽക്കുന്ന രക്ഷയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ എന്നാലേ നമുക്ക് ഐശ്വര്യമുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. അതുപോലെ തന്നെ വടക്കുംഭാഗത്ത് കരുവിന് മഠത്തിലെ അമ്മയെ സ്ഥലം വഴിക്ക് നിങ്ങളെ കഴിയുന്ന സംഭാവനകളൊക്കെ ചെയ്യുക കഴിവുന്ന ഗൂഗിൾ പേ നമ്പറിൽ. അതുപോലെ തന്നെ പൂജ പഠിക്കാനായിട്ട് ഫ്രീ ആയിട്ട് പൂജ പഠിക്കാനായിട്ട് താല്പര്യം കൗളാചാരം അല്ലെങ്കിൽ പൂർവികാചാരം അല്ലെങ്കിൽ നമ്മുടെ ക്ഷേത്ര പൂജ സംബന്ധമായ യാതൊരു ഫീസും മറ്റുള്ള കാര്യങ്ങളും ഇല്ല. ജ്യോതിഷ പഠനത്തിനും യാതൊരു ഫീസോ കാര്യങ്ങളോ ഇല്ല. അല്ലെങ്കിൽ ജ്യോതിഷം പഠനമല്ല, ജ്യോതിഷം നോക്കാനായിട്ട് പ്രശ്നം നോക്കാനായിട്ട് ജാതകശാല ജ്യോതിഷം ഇപ്പോൾ പഠിപ്പിച്ച് തുടങ്ങുന്നില്ല. അതിൻ്റെ പിന്നീട് ഗുരുക്കന്മാരോടൊക്കെ സംസാരിച്ചതിന് ശേഷം നമുക്ക് തുടങ്ങാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ തൽക്കാലം പൂജാ പഠനവും ക്ഷേത്ര പൂജയും മാന്ത്രിക താന്ത്രിക കർമ്മങ്ങളും, അതായത് ക്ഷേത്രപൂജ കൗളാചാര വിധി പ്രകാരം പൂർവികാചാരത്തിൽ ചാത്തന് കുളിക്കുന്ന കൊടുക്കുക കർമ്മം കൊടുക്കുക അങ്ങനെയുള്ള രീതികളൊക്കെയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് ബന്ധപ്പെടുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രശ്നം വെച്ചിട്ട് വ്യാഴം അല്ലെങ്കിൽ ഗുളികൻ ഇന്ന സ്ഥലത്താണ്, ചൊവ്വ ഇന്ന സ്ഥലത്താണെന്ന് ദോഷമുള്ള നക്ഷത്രങ്ങളൊക്കെ വിളിച്ചോളും. നമുക്ക് ഒരു കർമ്മമൊക്കെ കൊടുത്ത് ചെറിയ രീതിയിലുള്ള പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്ത് മാറ്റാവുന്നതാണ്. 1 ലക്ഷം 2 ലക്ഷം രൂപ പറയുന്ന കർമ്മവിധാനങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നിസ്സാര 10 2000 3000 4000 രൂപയ്ക്കൊക്കെ 5000 രൂപ കർമ്മങ്ങളൊക്കെ ചെയ്ത് തീർക്കാവുന്ന രീതിയിലുള്ള മാന്ത്രിക കർമ്മങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. പരീക്ഷണാർത്ഥം ആരും വിളിക്കേണ്ടതില്ല. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. നമസ്തേ.